ഓണമൊക്കെ വെള്ളത്തിലായി എന്ന് പറയേണ്ടി വരും. നല്ല കിടില മഴക്കാറാണ്, ആകെ ഇരുണ്ട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ? ആ റീല് കണ്ടാലും അറിയാം, നല്ല ഇരുട്ട് കുത്തിയിട്ടാണ് നിൽക്കുന്നത്. സമയം ഇപ്പോൾ സോറി വാച്ചും കെട്ടിയില്ലല്ലോ, 3-3:30 ആയിട്ടുണ്ട് തോന്നുന്നേ. ഓക്കെ, ഞാൻ ഇന്ന് വീട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല, പക്ഷെ ഒരു റീല് കണ്ടപ്പോൾ റീല് ചെയ്യാതിരിക്കാനും തോന്നിയില്ല. ഞാൻ ആ റീല് നിങ്ങൾക്ക് കാണിച്ചു തരാം. പൊന്നാനി ഈശ്വരമംഗലത്ത് അലൻ കൃഷ്ണൻ എന്ന് പറയുന്ന പയ്യൻ അമ്പലത്തിൽ പ്രാർത്ഥിച്ച് നേരെ പോയത് ദഫ് മുട്ടാനാണ്. വീഡിയോ ഒന്ന് കണ്ടോക്കി. പാർവണത്തുകിലോ മലരണി പൂരണ കവിളോ തേൻമൊഴി ചൊടിയിൽ ഹിതകര പാൽ ചിരിത്തരുളോ പരമാനന്ദമേ അരുമാലംബമേ കൃപയോലും കവേ മൃദുലാകാരമേ നബി ഹൃദയ വനീലനകരാഗമായി പോയി വരൂ ഫാത്തിമ പ്രേമികമായി. ഓക്കെ, നിങ്ങൾ സൈഡിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് കണ്ടപ്പോൾ സത്യം പറയട്ടെ, മനസ്സിലുണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല, ഈ നാട്ടിൽ ഇതൊന്നും ഒരു അത്ഭുതമുള്ള കാര്യമല്ല. കാലങ്ങളായി കാണുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. പക്ഷെ ചില ആളുകൾക്ക് എന്തൊക്കെയോ തോന്നുന്നു, എന്തൊക്കെയോ പറയുന്നു എന്നുള്ളതാണ്. എന്തുവാടെ നിങ്ങളുടെ പ്രശ്നം? മുസ്ലിം പെൺകുട്ടികൾ ഓട്ടം ആഘോഷിക്കാൻ പാടില്ല, ഡാൻസ് കളിക്കാൻ പാടില്ല, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്നാൽ അത് ആ പെൺകുട്ടികൾക്ക് തന്നെ അറിയാം. മതപരമായ ഇത്തരം കാര്യങ്ങൾ പണ്ഡിതന്മാരായ ആളുകൾ പറയും. അത് ആ വിശ്വാസം നിങ്ങൾ മുറുകെ പിടിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഒപ്പനപ്പാട്ടാണെങ്കിലും തിരുവാതിരക്കളിയൊക്കെ ആണെങ്കിലും ഇവിടെ സ്കൂളുകളിൽ എല്ലാ മതത്തിലുള്ള കുട്ടികൾ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതിനിടയിൽ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാവുന്നത് ശരിയല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ വീഡിയോന്റെ അടിയിൽ വന്ന കമന്റുകളും അത്തരത്തിലുള്ളതാണെന്നുള്ളതാണ്. അതായത് ഇനി പള്ളിയിൽ ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുമോ എന്നൊക്കെയാണ് ചോദ്യം. ഇവിടെ അലൻ കൃഷ്ണനും അവന്റെ ഫാമിലിക്കും ഇല്ലാത്ത പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. എന്താണ് പൊന്നാനി, എന്താണ് മലപ്പുറം എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ലടോ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ജാതി മത വർണ്ണ വർഗ രാഷ്ട്രീയം ഒന്നുമില്ല, ഞങ്ങൾ ഒരുമിച്ചാണ്, ഒന്നാണ് എന്നുള്ള ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായാൽ നല്ലത് എന്നുള്ളതാണ്. ഇത്തരം കാഴ്ചകൾ ഞങ്ങളുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നബിദിനത്തിന്, എല്ലാ നബിദിനത്തിനും എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് കൊണ്ടുതരുന്ന ആ ഒരു പള്ളിയിൽ നിന്ന് കിട്ടുന്ന നബിദിന ചോറുണ്ടല്ലോ, ആ നെയ്ച്ചോറും പോത്തിറച്ചിയും, പൊന്നോ എൻ്റെ പൊന്നോ, അത്രേ പറയുന്നുള്ളൂ. അതിൻ്റെ ഒരു ടേസ്റ്റ് അതൊന്നും വീട്ടിലുണ്ടാക്കിയാൽ കിട്ടില്ല. അമ്മാതിരി ടേസ്റ്റാ. എൻ്റെ സുഹൃത്ത് അബു ആണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത്. ഓരോ തവണയും ഓരോ സുഹൃത്തുക്കൾ കൊണ്ടുവരാറുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ വേണ്ട, ആരെങ്കിലും ഒരാൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചിലപ്പോൾ നറുക്കിട്ടിട്ടൊക്കെ ഇന്ന ആൾ മതി എന്ന് തീരുമാനിക്കുന്ന അവസ്ഥ ഉണ്ടാവലുണ്ട്. നബിദിനം, പെരുന്നാൾ, ഇത്തരം എല്ലാ സാഹചര്യങ്ങളിലും അവർ നമുക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കരുതുന്നു, നമ്മളതുപോലെ കരുതുന്നു. ഓണം വിഷു ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സദ്യയും പായസം നിർബന്ധമാണ്. സദ്യ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ വെക്കുന്നത് പോലെ പായസം ഞങ്ങൾക്ക് വെക്കാൻ അറിയില്ല എന്നൊരു സംഭവം ഉണ്ടല്ലോ. അത് സംഭവം തന്നെ. അവരുണ്ടാക്കുന്ന പോലെ ബിരിയാണി ഉണ്ടാക്കാൻ ഇവരെന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ വേറൊന്നും വിചാരിക്കരുതേ, അത് വേറൊരു കണ്ണിൽ കാണാനും നിൽക്കല്ലേ. എൻ്റെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുന്നത് എന്തായാലും അബുവിൻ്റെ അമ്മ വെക്കുന്നത് പോലെയും നവാസിൻ്റെ അമ്മ വെക്കുന്ന പോലെ ഒന്നും ആവില്ല. അപ്പോൾ ഇതിലെ ആളുകളുടെ പേര് വിട്ടുപോയ പ്രശ്നമാണ്. എൻ്റെ സുഹൃത്തുക്കളുടെ ഉമ്മമാര് വെക്കുന്ന ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് എത്തൂല, അത്രേ ഉള്ളൂ. ഇനി ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും പോയി വരുന്ന ഒരു പെൺകുട്ടി കുറച്ച് മുൻപ് വന്നൊരു വീഡിയോ ആണ്. പൊന്നാനിയിൽ എത്തിയപ്പോൾ അവർക്ക് കണ്ട ഒരു അനുഭവമാണ്, ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ അതൊന്ന് കാണുക കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു കവർ നിറയെ സ്നേഹമാണ്. നമ്മള് ഗുരുവായൂരിൽ നിന്ന് ഇപ്പം കണ്ണൂരോട്ട് പോകുന്ന വഴിയാണ്. അപ്പൊ മലപ്പുറം പൊന്നാനിയിലെത്തിയപ്പോഴത്തേക്ക് നമ്മള് ഇന്ന് നബിദിനമാണല്ലോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു, ഇന്നിപ്പം കടകളൊന്നും ഉണ്ടാവില്ല, അപ്പൊ നമ്മൾ എവിടെന്നാ ഫുഡ് കഴിക്കാന്നൊക്കെ. അപ്പൊ ഇവിടെ നിറയെ മുസ്ലിം പള്ളികളുണ്ട് കേട്ടോ, ഒത്തിരി മുസ്ലിം പള്ളികളുണ്ട്. പക്ഷെ എന്റെ നാട്ടിൽ, അതായത് തിരുവനന്തപുരത്ത്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല
ഇല്ലാത്തൊരു സംഭവമാണ്. ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാ വണ്ടികളും ബസ് ഉൾപ്പെടെ പ്രൈവറ്റ് ബസ് ഉൾപ്പെടെ തടഞ്ഞെന്ന് പറയാൻ പറ്റില്ല, നിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഒരു കവർ നിറയെ ഇതിപ്പോ ഒത്തിരി ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ള നെയ്ച്ചോറുണ്ട്, അത് തന്നു വിടുകയാണ്. ശരിക്കും ഞങ്ങളോട് വണ്ടി നിർത്തുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യിപ്പിച്ച് ഞങ്ങൾക്ക് ഇത് തരുമായിരുന്നു. ഞങ്ങളുടെ നാട്ടില് തിരുവനന്തപുരത്ത് ഞാൻ ഇങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇങ്ങനെയുള്ള പെരുന്നാൾ ദിവസമൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ല മനുഷ്യരാണ് ഇവിടുത്തെ ആൾക്കാര്. കാരണം നമ്മൾ എങ്ങനെ ഫുഡ് കഴിക്കും എന്ന് ആലോചിച്ചിരുന്ന ഒരു സമയത്ത് ശരിക്കും ഭയങ്കര ഒരു നല്ല ഒരു കാര്യമാണ് ഇങ്ങനെ എന്ന് വെച്ചാൽ അവരുടെ സന്തോഷം, ഈ പെരുന്നാളിന്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഫുഡ് കൊടുത്താണ് അവർ ആഘോഷിക്കുന്നത്. കേട്ടില്ലേ? അത്രേ ഉള്ളൂ. പെരുന്നാളാണെങ്കിലും നബിദിനാണെങ്കിലും എൻ്റെ ഒരു സുഹൃത്തിന്റെ പേരെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഖാദർ ഭാഷ എന്ന പേര്. ആളൊരു UDF പ്രവർത്തകനാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് അന്തരമുണ്ട്. നമ്മുടെ ചിന്താഗതിയും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാവും. എന്നാൽ എല്ലാ നബിദിനായി കഴിഞ്ഞാലും ആ പഹയെ ഇക്കൊരു പൊതി ചോറ് കൊടുന്നിട്ടുള്ളൂ. അതാണ് ഞങ്ങളുടെയൊക്കെ ഒരു സൗഹൃദം എന്ന് പറഞ്ഞാൽ. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർതിരിവുകൾ അതിവിടെ കാണിക്കാറില്ല. ചില രാഷ്ട്രീയക്കാർ കാണിക്കാറുണ്ട് കേട്ടോ. ചില രാഷ്ട്രീയക്കാർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അവരാണ് ഒരു പക്ഷെ അത്തരം രീതിയിൽ ചിന്തിക്കുന്നത്. ഒരിക്കൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ താടി വെച്ച് മീശ ഒന്ന് ട്രിം ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരാള്, പേരൊന്നും പറയുന്നില്ല, ആള് മരിച്ചുപോയി കേട്ടോ. അതുകൊണ്ടാണ് ആള് എൻ്റെ അടുത്ത് വന്നു. ആ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി നിർത്തിയിട്ട് ചോദിക്കുക, നീ എന്താടാ ഈ മീശയും വടിച്ച് താടിയും വെച്ച് നടക്കുന്നത്? നീ അവരുടെ കൂട്ടത്തിൽ പെട്ടുപോയോ എന്നാണ് ചോദിക്കുന്നത്. ഞാനൊക്കെ അത്ഭുതപ്പെട്ടുപോയി. ഞാൻ ട്രിം ചെയ്യണ സമയത്ത് അബദ്ധവശാൽ മീശ ഒന്ന് ട്രിമ്മായി പോയി. ആ ഒരു കാര്യത്തിന് ആ മനുഷ്യൻ പറഞ്ഞത് ആ രീതിയിലാന്നുള്ളതാണ്. അതാണ് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ടോ. ഇനി ഒരു കൃഷ്ണമാഷ് എന്ന് പറയുന്ന വ്യക്തി ദഫ് മുട്ട് കണ്ട് ആസ്വദിക്കുന്ന ഒരു വീഡിയോ ആണ്. ആ മാഷ അത് ആസ്വദിക്കുന്നത് കണ്ടോക്കെ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ടോ. എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുന്ന ആളുകളുണ്ടോ. ഇവിടെ മതത്തിൻ്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് വേർതിരിവുകൾ ഉണ്ടാക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഓരോ മതത്തിനും മതത്തിൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ടാവും. അത് തീവ്രമായി വിശ്വസിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ആ മതം മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അവർ പ്രയത്നിക്കും. നിങ്ങളത് താല്പര്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. ഇത് ജനാധിപത്യ രാജ്യമാണ് അല്ലേ? ആ ജനാധിപത്യ രാജ്യത്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ മൗലികാവകാശങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള മതം സ്വീകരിക്കുക. ഇന്ന മതത്തിൽ ജനിച്ചത് കൊണ്ട് ആ മതക്കാരാണ് നിങ്ങളെന്ന് നമുക്ക് തിട്ടൂരം പറയാനും പറ്റില്ല. ഇനി കുറച്ച് കമന്റുകൾ എനിക്ക് വായിക്കാതിരിക്കാൻ കഴിയില്ല. ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ടും ഈ ഒരു കമന്റുകൾ കണ്ടതുകൊണ്ടും മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതായത് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അറിഞ്ഞില്ല ഇതൊക്കെ വലിയ കാര്യമായി കാണുന്ന ഒരു കാലഘട്ടം വരുമെന്ന്. അന്ന് നബിദിനത്തിന് മധുരം നൽകുക കൂടുതൽ റോഡരികിൽ കാത്തിരിക്കുന്ന അമ്പല കമ്മിറ്റിക്കാരായിരുന്നു. സത്യം, നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെ ഭാവിയിൽ ഒരു വാർത്തയാവുന്നുള്ളത്? അതാണ്, ഇതും വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. അലനെ പോലുള്ള പിള്ളേരുള്ളിടത്തോളം കാലം കേരളം സുരക്ഷിതമാണ്. നമ്മുടെ കേരളം അടുത്ത പ്രാവശ്യം വിഷുക്കണി ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ നടത്തി മതേതരം കാണിക്കാൻ പറ്റുമോ? വേണ്ട. ഒരു ഓണപ്പരിപാടി സ്ത്രീകൾ വേണ്ട, പുരുഷന്മാർ മാത്രം മതി. എൻ്റെ പൊന്നു ബ്രോ, ഏത് പള്ളിക്കകത്താണ് നബിദിനം ആഘോഷിക്കാറ്? പള്ളിക്കകത്ത് എന്തെങ്കിലും ആഘോഷങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഒന്നും നടത്താറില്ല. അവിടെ നമസ്കാരം മാത്രമേ നടക്കാറുള്ളൂ. ഇതൊന്നും അറിയാതെ ഒരു കാര്യമില്ലാതെ കൊണയ്ക്കാൻ നിൽക്കരുതെന്നാ. പള്ളിക്കകത്ത് വിഷുക്കണി ഒരുക്കുക, എന്തൊക്കെ മണ്ടത്തര പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനവന് ഇഷ്ടം പോലെ മറുപടിയിട്ടുണ്ട്. ഇതിനും കൊണയടിക്കാൻ കുറെ പരനാറിച്ചെറ്റകൾ വരും. അപ്പോഴും നമ്മൾ ഉറക്കെ പറയും, നമ്മുടെ ഇന്ത്യ, നമ്മുടെ കേരളം, ഇവിടെ ഒരുത്തൻ്റെയും തന്തയുടെ വകയില്ല എന്നുള്ളത്. അതിൻ്റെ ഇടയിലുണ്ട് വിഷകല ഇപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റും കിടക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സന്ദേശം എല്ലാവരെയും ചേർത്ത് നിർത്തിയതിന് ബിഗ് സല്യൂട്ട്. പക്ഷെ ഇത്തമാരെ ചേർത്ത് നിർത്തി ഓണത്തിന് ഡാൻസ് കളിച്ചാൽ പന്നികൾക്ക് പൊളിയും. ഇത് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇത്തമാരെ ചേർത്ത് നിർത്തി അവർ ഡാൻസ് കളിച്ചാലോ ഓണം ആഘോഷിച്ചാലോ പ്രശ്നമാണെന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാ മതത്തിലും ഓരോ പണ്ഡിതന്മാരിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾ ആ ഒരു കാര്യത്തിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി. അവരുടെ മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ നമുക്ക് കുറ്റം പറയാനും കഴിയില്ല. അതിനും അവകാശമില്ല എന്നുള്ള ബോധം വേണം. ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാനും നമുക്കിവിടെ റൈറ്റ് ഉണ്ട് എന്നുള്ള ബോധമുള്ളത് നല്ലതായിരിക്കും. എന്തായാലും അലൻ കൃഷ്ണയെ പോലെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. കാലങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങളോട് നടന്നിരുന്നു. പക്ഷെ ഇന്ന് ഇതൊക്കെ ചർച്ചയാണ് എന്നുള്ളതാണ്. എന്തു പറയാനാ. യാ അല്ലാ അല്ലാ, യാ അല്ലാ അല്ലാ, ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പോ. അറിയാതയൻ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ.
നീരവരാവിൽ ശ്രുതി ചേർന്നുവെങ്കിൽ മൃദുരവമായി നിലയമഞ്ജരി ആ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ജന്മം സഫലം എൻ ശ്രീരേഖയിൽ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളും അതിൽ സന്ദീപ് സൈനിങ് ഓഫ്.